ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച്, കൃത്യമായ അപ്ഡേറ്റുകളെക്കുറിച്ച്, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും മെച്ചപ്പെടുത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പ്രതിരോധ സേന അല്ലെങ്കിൽ ഇന്ത്യയുടെ 3 സേനകളും ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും ഇസ്രായേലും റഷ്യയും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ പോലും നമ്മൾ മിസൈലുകളും തോക്കുകളും മറ്റായുധങ്ങളും നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. അതായത് കാലാകാലങ്ങൾ പഴക്കമുള്ള ടെക്നോളജിയൊക്കെ മാറി ഏറ്റവും അത്യാധുനിക AI സിസ്റ്റമുള്ള ഡ്രോണുകൾ വരെ നമ്മൾ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. DRDO അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് നമ്മുടെ പ്രതിരോധ രംഗത്ത് നേരിട്ട് ഇടപെടുന്നു. കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. ഒരു ഈച്ച പാറിയാൽ അറിയുന്ന പ്രധാനമന്ത്രിയാണ്. രാജ്നാഥ് സിംഗുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പ്രതിരോധ രംഗത്തിന് വേണ്ട കൃത്യമായ ബജറ്റും കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട്, നരേന്ദ്രമോദി നേരിട്ട് നമ്മുടെ പ്രതിരോധ സംവിധാന രംഗത്ത് നമ്മുടെ പുതുതലമുറ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ പോലുള്ള ആളുടെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം അത് ചെയ്യുക തന്നെ ചെയ്യും, ഇടപെടുക തന്നെ ചെയ്യും. മാത്രമല്ല, ഏറ്റവും പുതിയ ആധുനിക സംവിധാനത്തിലുള്ള മിസൈലുകളും അതുപോലെ നമ്മുടെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ തന്നെ, അതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ വാചാലനാവുകയും ചെയ്തു. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ അദ്ദേഹം എന്തായാലും കയ്യടി നേടി. ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ആവശ്യമായ എഞ്ചിൻ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം നൽകും. ഇത് വലിയ ഒരു പ്രത്യേകതയാണ്. അതിനുള്ള എഞ്ചിനും തദ്ദേശീയമായി വികസിപ്പിക്കുക എന്നീ സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാനായാൽ ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറും. ഏതു വിധേനയും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ് എഞ്ചിൻ നിർമ്മാണ പ്രക്രിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്നത്. PMO നേരിട്ട് ഇതിൽ ഇടപെടും. PMO ആണ് ഈ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടാൽ ബ്യൂറോക്രസിയുടെ ചുവപ്പ് നട ഉണ്ടാകില്ല. കൃത്യമായി പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള തുക കൃത്യമായി വകയിരുത്തപ്പെടുകയും ചെയ്യും. അതുപോലെ ഇന്ത്യ യുദ്ധവിമാനത്തിനു വേണ്ടി സ്വന്തമായി കാവേരി എഞ്ചിൻ എന്ന പേരിൽ ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർത്തീകരിച്ചില്ല. ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ കാലത്താണ് കാവേരി എഞ്ചിൻ വീണ്ടും ചർച്ചയായത്. അന്ന് കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ പണം നീക്കിവെക്കൂ എന്ന ആവശ്യം രാജ്യവ്യാപകമായി ഉയർന്നു വന്നിരുന്നു. കാവേരി എഞ്ചിന് പണം നൽകൂ എന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനത്തിന് പറക്കാനാവശ്യമായ യന്ത്രം, അതാണ് ഇന്ത്യയുടെ പ്രതീക്ഷയായ കാവേരി എഞ്ചിൻ. യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം DRDO ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സാങ്കേതികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരും അതുപോലെ അതിൻ്റെ ആ രംഗത്ത് തന്നെ എഞ്ചിൻ നിർമ്മാണ രംഗത്ത് അതുപോലെ പ്രതിരോധ ആയുധ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളൊക്കെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകും. 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ നേരിട്ട് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണ്. പ്രതിരോധ രംഗത്തെ അടുത്ത അതിശക്തമായ ചുവടുവയ്പ് തന്നെയാണ് ഇത്.